ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നതുണ്ടല്ലോ എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇത് എടപ്പള്ളി പള്ളിയുടെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്ന ക്ഷേത്രമാണ്. എടപ്പള്ളി പള്ളിയിൽ വരുന്നവർ എടപ്പള്ളി ക്ഷേത്രത്തിലും എടപ്പള്ളി ക്ഷേത്രത്തിൽ വരുന്നവർ എടപ്പള്ളി പള്ളിയിലും വിസിറ്റ് ചെയ്യാണ്ട് വളരെ ചുരുക്കം പേരെ പോവാറുള്ളൂ. അപ്പോൾ ഞാനപ്പോൾ കുറേ നാളായി ഞാൻ കരുതുന്നത് ഈ ക്ഷേത്രത്തിലൊന്ന് വരണം, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആ ഒരു മെയിനായിട്ടുള്ള ഒരു നേർച്ചയുണ്ട്, അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാനിത് 2 വർഷം മുന്നേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഒരു ക്ഷേത്രം ഇടപ്പള്ളി പള്ളിയുടെ പുറകിലുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ സാമിന് അറിയാമായിരുന്നു, സാമിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ സാം പണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പം അടച്ചുപോയി, ലേറ്റായിപ്പോയി ഒത്തിരി. ഞങ്ങൾ ലേറ്റ് ആവാറുണ്ടല്ലോ പൊതുവെ ഇടപ്പള്ളി പള്ളിയിൽ വരുമ്പോഴും. പക്ഷെ അതുപോലെ അപ്പം ഇതും അടച്ചുപോയി. പിന്നെ നമ്മൾ എന്താ പറയുക വിട്ടുപോയി. അപ്പോൾ ഞാൻ എക്സാമും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഇടപ്പള്ളി പള്ളിയിൽ പോകണം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്ഷേത്രം ദർശിച്ചതിന് ശേഷം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ. പിന്നെ ക്ഷേത്രം അടച്ചു പോയാൽ പിന്നെ നമുക്ക് എന്തായാലും ദർശനം നടക്കത്തില്ല. അപ്പം ഞങ്ങൾ എത്തിയ സമയമായപ്പോൾ ഒരു വൈകിട്ടുള്ള സമയമായിരുന്നു, നട തുറന്ന സമയമായിരുന്നു. എന്തൊരു ഐശ്വര്യമാണല്ലേ ആ വിഗ്രഹം കാണാൻ തന്നെ. നല്ല രീതിയിൽ ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു, നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു നേർച്ചയുണ്ട്. നമ്മൾ ഗണപതി വിഘ്നേശ്വരന് നമ്മൾ തേങ്ങ ഉടക്കൽ എല്ലായിടത്തും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇവിടത്തെയും അതേപോലെ തന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു നേർച്ചയാണ് തേങ്ങ ഉടക്കൽ. തേങ്ങയുടെ എൻട്രൻസിൽ തന്നെയുണ്ട്, നമ്മൾ തേങ്ങ വാങ്ങണം. അതുപോലെ തന്നെ നമുക്ക് തേങ്ങ ഉടക്കൽ കൂടാതെ തന്നെ നമുക്കിങ്ങനെ ഇത് കണ്ട് താമരമാലയാണ് ഞങ്ങൾ ഭഗവാന് സമർപ്പിച്ചത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദപീഠത്തിൽ നമ്മളത് സമർപ്പിക്കുക എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നാരങ്ങമാല. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള പൂജയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദയാഷ്ടമ പൂജയാണ്. അത് രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരവും അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെയ്വിളക്ക്, പിന്നെ അതേപോലെ ചുറ്റുവിളക്ക്, അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഭക്തർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളിതേ തേങ്ങ ഉടച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം വേറൊന്നുമല്ല, ഞങ്ങളുടെ പുതിയൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. അത് വഴിയെ പറയാം. അതെന്തോ എങ്ങനെയൊന്നും അറിയത്തില്ല, എങ്ങനെയാകുമെന്നറിയില്ല. അതെന്താണെന്നുണ്ടെങ്കിലും വഴിയെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇടപ്പള്ളി പള്ളിയിലും അതേപോലെ തന്നെ വല്ലാർപാടം പള്ളിയിലും എല്ലായിടത്തും പോയി. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വരണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. കാരണം വളരെ നാളുകളായി ആഗ്രഹിക്കുന്നു, പക്ഷെ നമുക്ക് വരാൻ പറ്റുന്നില്ല. അതൊരു തടസ്സമായിരുന്നു. കാരണം നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരല്ലോ, എവിടെ പോകണമെന്നുണ്ടെങ്കിലും നമ്മളെ കാണണമെന്ന് ഈശ്വരനും ആഗ്രഹിക്കണം. അപ്പോൾ മേ ബി അത് ഈ സമയമായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾക്കത് വരാൻ പറ്റി ആയിരിക്കും എന്നല്ല, അതങ്ങനെയാണ് അല്ലേ, അങ്ങനെ വിശ്വസിക്കാം. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്, മണ്ഡപം എന്നായിരിക്കും ഇതിനെ പറയുന്നത് അല്ലേ. അതുകൊണ്ട് അവിടെ കുറേ മറ്റേ ഈ പറഞ്ഞതുപോലെ മ്യൂറൽ പെയിൻറ്റിങ്സും അതേപോലെ നമുക്ക് രാവിലെ സമയങ്ങളിൽ കയറാൻ പറ്റുമെന്നാണ് അവൾ പറഞ്ഞത്. നമുക്ക് പക്ഷേ വൈകുന്നേരം നമ്മൾ ഇത്ര ലേറ്റായി, അപ്പോൾ നടക്കത്തില്ല. അപ്പം സെറക്കുട്ടിയായിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ തപ്പിയൊക്കെ നടന്നു കുറച്ച് നേരം. അവൾ കാണുന്നുണ്ടെങ്കിൽ ഈ അമ്പലം പള്ളിയൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ കുറേ നേരം അവിടെ നടക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ കൊച്ചിൻ്റെ ആ കാര്യം ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യം. ഇവിടെ പല സ്ഥലത്തുനിന്നും ആളുകൾ വരാറുണ്ട് കേട്ടോ. അവരെല്ലാവരും അവിടെ കുറച്ച് നേരം എന്താ പറയണത് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇരുട്ടി തുടങ്ങിയപ്പോൾ എല്ലാവരും പോയി തുടങ്ങി. അല്ലെങ്കിൽ നല്ല തിരക്കുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ അവിടുത്തെ ആളുകളും നല്ല രീതിയിൽ വരുമല്ലോ. അതുകൊണ്ടിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് തിരക്ക് കുറഞ്ഞത്. കുട്ടിക്ക് ഒന്നും കൂടെ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആഗ്രഹം കൂടി സാധിച്ചു കൊടുത്തു. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞു, തൊഴുത് കഴിഞ്ഞു. എല്ലാം നമ്മൾ വീട്ടിലോട്ടല്ല, നമ്മൾ എടപ്പള്ളി പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം പതിവിലും വിപരീതമായിട്ട് നമുക്ക് പുതിയ പള്ളിയിലൊന്ന് കയറാൻ പറ്റി. സാധാരണ പുതിയ പള്ളിയിൽ കയറാൻ പറ്റാറില്ല. പുതിയ പള്ളിയിൽ ഈ 1-2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ കയറിയിട്ടുള്ളൂ. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ വൈകുന്നേരം വരുമ്പോൾ പള്ളി, രാത്രി വരുമ്പോൾ പള്ളി അടച്ചിട്ടുണ്ടാവും. പിന്നെ കുർബാനയെല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുന്നത് നമ്മളുടെ അടുത്തുള്ള പള്ളികളിലാണ് നമ്മൾ പോകാറുള്ളത്. ഈ പള്ളിയിൽ നമ്മൾ കുർബാന കൂടാൻ അങ്ങനെ വരാനും പറ്റാറില്ല. പക്ഷേ ഇന്ന് വന്ന് നേരത്തെ ആയതുകൊണ്ട് അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും നേരത്തെ വരുമല്ലോ, തൊഴേണ്ടതായത് കൊണ്ടിട്ട്. അതുകൊണ്ട് നമുക്ക് പള്ളിയിൽ വന്നപ്പോൾ പള്ളിയും തുറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ശുഭമായി. കണ്ടോ, സാം ഡ്രസ്സ് എല്ലാം മാറി കേട്ടോ. സാമിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ കയറിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫ്രഷ് ആയതിന് ശേഷമാണ് സാം ഇറങ്ങിയത്. ഞങ്ങളിത് തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷേ ഞാനിത് തന്നെ അങ്ങ് ഇട്ടു. പിന്നെ എനിക്ക് മാറാനൊക്കെ പിന്നെ മടിയെ. ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പുള്ളിക്കാരൻ ഡ്രസ്സ് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മുണ്ടിൻ്റെ അടിയിൽ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, എളുപ്പമല്ലേ, മറ്റേ ടീഷർട്ട് മാത്രം മാറ്റിയാൽ മതിയല്ലോ. അങ്ങനെ
കണ്ടില്ലേ, ഇത് നമ്മളുടെ പുതിയ പള്ളിയുടെ ആ ഒരു മുറ്റവും കാര്യങ്ങളൊക്കെയാണ്. അയ്യോ അട്ടിപ്പ് ഒന്നും പറയാനില്ലല്ലോ. എടപ്പള്ളി പുതിയ പള്ളി കാണാത്തൊരു വളരെ ചുരുക്കമായിരിക്കും. ലാർജസ്റ്റ് ചർച്ച് ഇൻ കേരള അല്ലേ, വലിയൊരു പള്ളി തന്നെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പള്ളി. പിന്നെ ഒത്തിരി ഒത്തിരി എന്താ പറയണത്, ഭക്തർ വരുന്നു, പല സ്ഥലത്തുനിന്ന് വരുന്നു, ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇവിടെ പള്ളിയിൽ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗീവർഗീസ് പുണ്യാളുടെ പെരുന്നാളാണ് ഈ മാസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ നേരത്തെ പോയിട്ട് ഞാൻ വിസിറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. പിന്നെ പള്ളിയുടെ ഉള്ളിലെ ലുക്ക് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അസാധ്യം തന്നെ. എനിക്ക് തോന്നുന്നു നമ്മളെന്തോ പുറം നാട്ടിൽ പോയിട്ട് ഒരു പള്ളി വിസിറ്റ് ചെയ്യുന്ന പോലെ. വേറെ എന്നാൽ ഇവിടുത്തെ മിക്ക കാര്യങ്ങളും ഇമ്പോർട്ട് ചെയ്തിരിക്കുവാണല്ലോ, ഇറ്റലിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന മാർബിളും കാര്യങ്ങളൊക്കെ ആണല്ലോ. ആൾക്കാരൊക്കെ കാണണം, അതൊക്കെ അട്ടിപ്പനാണെന്ന്. നല്ല വൈബായിരുന്നു ഉള്ളിൽ കേട്ടോ. അതിനുപരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, പ്രാർത്ഥിക്കാനുള്ള നല്ലൊരു സമയമായിരുന്നു. തിരക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനും പറ്റി. പിന്നെ ഞാൻ മിക്കവാറും പോവാറുള്ളത് പഴയ പള്ളിയിലാണ്. പുതിയ പള്ളിയിൽ അങ്ങനെ വരവ് കുറവാണ്. കണ്ടോ സീലിങ്സും കാര്യങ്ങളെല്ലാം കണ്ടോ, അതേപോലെ അതായത് എല്ലാത്തിലും കൊത്തുപണികളാണ്, പലതരത്തിലുള്ള കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഈ പറഞ്ഞതുപോലെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്സും ന്യൂ ടെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളുമെല്ലാം കൊത്തുപണികളിൽ തീർത്തിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, അതായത് സ്റ്റോറി ഓഫ് ജീസസിൻ്റെ കുറേ കഥകളും അതേപോലെ തന്നെ പഴയ നിയമത്തിലെ ഈ പറഞ്ഞതുപോലെ യോനയുടെ പേടകം എന്നൊക്കെ പറഞ്ഞ കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഓരോ കൊത്തുപണികൾ കൊണ്ടിട്ടാണ് ഇതിൻ്റെ വോൾസിലൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അൾത്താറിലാണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മറ്റേ ഈ തേക്കിൻ്റെ വർക്കും കാര്യങ്ങളും അതേപോലെ തന്നെ ഗോൾഡ് ഫോയിൽസും എല്ലാം നല്ല എന്താ പറയണത്, മൊത്തത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ കാണേണ്ടത് തന്നെ കേട്ടോ. ശരിക്കും ഞാൻ ഇത്ര അങ്ങോട്ട് നമ്മൾ രാവിലെ പള്ളി ഇപ്പം എന്തെങ്കിലും രാവിലെയൊക്കെ വന്നു കഴിയുമ്പോൾ തിരക്കുണ്ടാവും, പള്ളി തിരക്കുണ്ടാവും, അപ്പം ഇങ്ങനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല. പിന്നെ വീഡിയോ എടുത്തപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുന്നു, അതും വലിയൊരു കാര്യം തന്നെയാണല്ലോ. പിന്നെ ഇത് മിഖായലല്ലെന്ന് തോന്നുന്നല്ലേ, മാതാവാണ് സോറി മാതാവാണ്. പിന്നെ അതേപോലെ തന്നെ കണ്ടില്ലേ ഇങ്ങനത്തെ ഇതും രൂപങ്ങളും കാര്യങ്ങളും എല്ലാവരും അട്ടിപ്പനായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ സാം ലീവ് കഴിഞ്ഞ് പോയി കേട്ടോ. അപ്പോൾ പോകുന്നതിനൊരു 4-5 ദിവസം മുമ്പായിരുന്നു ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഇനി വരവ് നടക്കത്തില്ലല്ലോ, ഈ പള്ളിയിലേക്ക് വരവ് നടക്കത്തില്ല, ബിക്കോസ് ഇപ്പം നമ്മളുടെ പെരുന്നാൾ വരാൻ പോവാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പള്ളികൾ സന്ദർശനം എല്ലാം എന്ത് തിരക്കാണെങ്കിലും പള്ളികളിൽ നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് പോകുന്നതിന് മുന്നും നമ്മൾ എന്തായാലും പോയിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ നമുക്കകത്ത് പുതിയ പള്ളിയിൽ തന്നെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടായി. സന്തോഷം. കണ്ടില്ലേ ലാസ്റ്റ് സപ്പറൊക്കെ കണ്ടില്ലേ, ഇതും മറ്റേ ഗോൾഡ് ഫോയിൽസ് ആണ് കേട്ടോ. ഇത് ലാസ്റ്റ് സപ്പറൊക്കെ അത് അൾത്താരയിലാണ് വെച്ചിരിക്കുന്നത്, ലാസ്റ്റ് സപ്പറ താഴെ വെച്ചിരിക്കുന്നത്. അതൊക്കെ നല്ല കാണേണ്ടത് തന്നെ, കൊള്ളാം. എന്തുകൊണ്ടും അടിപ്പൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പള്ളിയുടെ വലിപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. എവിടെയും ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പള്ളി ഇങ്ങനെ കാണിച്ചപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടിട്ട് ഇങ്ങനെ അതിലൂടെ കാണിച്ചു. കാണാത്തവരിപ്പം എൻ്റെ പോലെ ശരിക്കും കാണാത്തവർ ഇങ്ങനത്തെ കാഴ്ച ഈ പള്ളി ശരിക്കും കാണാത്തവർ കാണട്ടെ എന്ന് കരുതി. അല്ലാതെ പള്ളി ഇത്രയും വലുതായ മാത്രമേ അവിടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ കേൾക്കും, അങ്ങനെയൊന്നുമില്ല. ഒരു കല്ലാണെങ്കിലും നല്ല കുറേ നമ്മൾ മനസ്സിൽ അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ലിന് ശക്തി വരും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അതങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അല്ലാതെ വലിയ സ്ഥലത്ത് മാത്രം ഈശ്വരൻ ഇരിക്കുമോ അങ്ങനെയൊന്നുമില്ല അല്ലേ. അങ്ങനെ പിന്നെ വന്നിട്ട് നമ്മളുടെ ഈ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ എടപ്പള്ളി പള്ളിയിൽ ഞങ്ങൾ എപ്പോൾ വരുന്നോ അപ്പോൾ ഈ ചേട്ടനെ വിസിറ്റ് ചെയ്യും. കുറേ നാളായിട്ട് പാവം ഇവിടെ എൻ്റെ അറിവായപ്പോൾ തൊട്ട് ഞാൻ ഈ ചേട്ടനെ കാണുന്നതാണ്. പിന്നെ തിരികളും അതേപോലെ തന്നെ കാശുരൂപം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കുറച്ച് നേർച്ചകൾ ചെയ്യാനുണ്ടായിരുന്നു, തിരി കത്തിക്കാൻ 101 തിരി കത്തിക്കാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ആൾരൂപവും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ സങ്കട സമയത്തൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രാത്രി, അതാണ് എനിക്കതുകൊണ്ടിട്ടാണ് നമ്മൾ രാത്രി വരുമ്പം കുറച്ചും കൂടി നമുക്ക് ഒരു ഏകാന്തത കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് മുട്ടും ഇഴിഞ്ഞ് അല്ലെങ്കിൽ നിലത്തങ്ങ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു പഴയ പള്ളി. പുതിയ പള്ളി അടച്ചിട്ടുണ്ടാവുമല്ലോ ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെയധികം നമുക്ക് വളരെ ഒരു ഫീലാണ് ഇവിടെ വരുമ്പം. ഈ ഒരു ഏരിയയിൽ ഇരുന്നായിരുന്നു ഞങ്ങൾ ഇരുന്ന്
പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവിടെ തന്നെ നമുക്ക് സന്തോഷത്തിൽ വരാനുള്ള ഒരു അവസരം നമ്മളുടെ പുണ്യാളൻ ഉണ്ടാക്കി തന്നു എന്നുള്ളത് നമ്മളെന്നും അതിന് കടപ്പെട്ടിരിക്കും. പിന്നെ അതിനുശേഷം അവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഇട്ടു, കുറേ നേരം പ്രാർത്ഥിച്ചു. പിന്നെ ഇപ്പം ഈ ഒരു സമയത്തായപ്പോഴേക്കും തിരക്ക് കുറഞ്ഞു എല്ലായിടത്തും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇന്നൊരു വ്യാഴാഴ്ച ദിവസം കൂടിയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് സമയം ലേറ്റ് ആയതുകൊണ്ട് എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞു, പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇന്ന് മൊത്തത്തിലൊരു എന്താ പറയണത്, ഒരു പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ ഒരു സമാധാനമുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിപ്പിച്ചു, വേറെ എങ്ങും പോയില്ല. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ, സി യു.